ഞാനിവിടെ തുണി അലക്കിയിട്ടിട്ടുണ്ടേ, അത് എടുത്തിടാൻ പോവാ. അതെല്ലാം തുണിയെല്ലാം കൊണ്ടുപോയി നമുക്ക് വിരിച്ചിടാവേ. ഇവിടെ അത് നല്ല വെയിലുള്ളത് കൊണ്ടുണ്ടല്ലോ. ഇപ്പൊ സമയം തന്നെ, ഇപ്പൊ 11:30 ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതാണ് ഇവിടെ നമുക്ക് വെയിലത്ത് തുണി വിരിച്ചിട്ടാലുള്ള ഗുണം. നാട്ടില് നമ്മളുണ്ടല്ലോ അടുപ്പയിലാണ് അരി ഉണ്ടാക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുകൊണ്ട് അടുപ്പുണ്ട് ഇവിടെ. ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാ വീട്ടിലും തന്നെ അടുപ്പുണ്ട് പണ്ട് കാലത്ത്. ഇപ്പം നമുക്ക് എല്ലാവരും തന്നെ ഗ്യാസേലാണ് ഉണ്ടാക്കുന്നത്. എന്നാലും പണ്ട് കാലത്ത് ഇതുപോലെ അടുപ്പ് വെച്ച് ചോറ് വേവിക്കാൻ. ഇതുകൊണ്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് അരി ഞങ്ങൾ കഴുകിയിട്ടേക്കുവാണ് ഉച്ചക്കത്തേക്ക് ചോറിന് വേണ്ടിയിട്ട്. ആണ് അടുപ്പ്. പിന്നെ വിറകെല്ലാം വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ല തീക്കകത്ത് വെന്തോളും അരി. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പയിൽ വെച്ച് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞളും ഉപ്പും വെണ്ടയ്ക്കായും വെച്ച് വേവിക്കുകയാണ്. ജോലിയുടെ ഇടയ്ക്ക് എല്ലാവർക്കും ഇച്ചിരി എനർജി ഡ്രിങ്ക് കൊടുക്കാൻ പോവാണ്. ഇതെന്നാന്നറിയോ? മാങ്കോയുടെ സ്ക്വാഷാണേ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഗ്ലാസ് കൊടുത്തിട്ട് വരാം. ഇതാണ് തെങ്ങിൻ്റെ ആണ്, കൊതുമ്പാണ്. ഇതാകുമ്പോൾ വേഗം തീ പിടിക്കും, ചൂട്ട് തീ പിടിക്കുന്ന പോലെ. അതാണ് ഇത് എളുപ്പമായിട്ട് ഇങ്ങനെ അടുപ്പിലേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി. ഊതുവാണ്. ഇത് കേട്ടോ, കാളി കത്തുന്നുണ്ടോ തീ? ഇത് കണ്ടോ, നല്ലതായിട്ട് ആളി കത്തുന്നുണ്ടോ? അതെ. എന്തോന്ന് നോക്കുക. അരി ചോറ് എന്തോന്ന് നോക്കണേ. ചോറ് വെന്തോ? വെന്തിട്ടില്ല. ഇളക്കി കൊടുക്കുക. ചോറ് ഇവിടെ അത് പുകയെടുക്കുക. അതെ, ഇത് ഉണ്ടോ? ഞങ്ങൾ അടുപ്പിന്റെ പുക പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴല. ഇത് പുകക്കുഴല്. പുക പോകുന്നത് കാണാം. അടുപ്പത്ത് ചോറ് വെക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ പുകക്കുഴലിൽ കൂടെ പുക പുറത്തേക്ക് പോകുന്നതാണ് അത്. വെള്ളരിക്ക മൊരിയേറ് റെഡി ആയിട്ടുണ്ടേ. ഇത് നമുക്ക് ഇച്ചിരി കരിമീൻ വറുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണേ. അതെല്ലാം ക്ലീൻ ആക്കി കൊണ്ടുവന്ന കരിമീനാണ്. കരിമീൻ മുളകിട്ടത് വെക്കാനാണ് ഇത്. മീൻ ഇവിടെ കഴുകാൻ വേണ്ടി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാം. ഇത് കരിമീൻ വറുക്കാനുള്ളതാണ്. ഇത് കരിമീന് മുളകിട്ട കറിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് അടുപ്പത്ത് വെച്ച് എണ്ണ, സിന്നമൺ, ഗ്രാമ്പൂ, പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കുഞ്ഞുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ചിക്കൻ കറിക്കുള്ള കൂട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, സബോള, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെയാണ്. ഇത് എണ്ണ ആദ്യം ഒഴിച്ച് പെരിഞ്ജീരകവും പിന്നെ കറുപ്പട്ട, സിന്നമോണ്, ഏലക്ക, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ചേരുവകളെല്ലാം കൂടെ ഇട്ട് ഇളക്കി അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ചിക്കന് വേണ്ട പൊടികളൊക്കെ ഇട്ടു.
മഞ്ഞള്, ഉപ്പ്, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് വഴറ്റുവാനി. ചിക്കൻ എല്ലാം നന്നായിട്ട് കഴുകി അതിന് മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ പുരട്ടി വെച്ചേക്കുവാണ് അതേ പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കനേൽ. ആ വഴന്ന സവോള, ഉള്ളി, ഇഞ്ചി ഇതിൻ്റെ അകത്തേക്ക് പൊടിയെല്ലാം ഇട്ടതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുവാണേ. എന്നിട്ട് അതിന് വേവിക്കാൻ വെക്കും മൂടി വെച്ച്. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് ഇത്. പാത്രങ്ങളുണ്ട് ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് പാത്രങ്ങൾ ഒരു കുന്നു കൂടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി കഴുകി വെക്കണം. ഈ മീൻ മറക്കാൻ വേണ്ടിയിട്ട് ഇതേ മുളക്, മഞ്ഞള്, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടെ പരട്ടി മീനിൽ പരട്ടി വെച്ചേക്കുന്നതാണ്. മീൻ പിടിക്കാൻ എന്തായാലും പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. പാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു. ഇതേ കരിമീൻ ഇത് ഓരോന്ന് എടുത്തിടുവാണ് വറക്കാനായിട്ട്. കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ മേശപ്പുറത്ത് നിരത്തി വെച്ചേക്കുവാണ്. ഇത് തന്നെ ചിക്കൻ കറിയാണിത്. അതിനകത്ത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അത് കരിമീൻ വറുത്തത്, വെള്ളരിക്ക മോരുകറി, ചോറ്, കരിമീൻ വെച്ചത്, മുളകിട്ട് വെച്ചത്. ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഞാനും ഓമനയുണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പരിപാടിയിലാണ്. അതിന് അതേ സവോള പൊളിച്ചു വെച്ചിട്ടുണ്ട്. അടുക്കളയിലെ പണിയുടെ ഇടയ്ക്ക്